അസ്സലാമു ജാസ്മിസ് ഹോം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മളിത് കടകളിൽ നിന്ന് മേടിക്കലാണ്. എന്നാൽ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു 4 തണ്ണിമത്തൻ്റെ തോടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഈ ഒരു തണ്ണിമത്തൻ്റെ തോട് കുറച്ചുകൂടെ അധികം എടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞൊരു അളവാണ് കാണിച്ചു തരുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയത് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് തണ്ണിമത്തൻ്റെ തോടെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു റെഡ് കളറിൽ വരുന്ന ആ ഒരു ഭാഗവും അതിൻ്റെ താഴെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് കളറിൽ വരുന്ന ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് ഉണക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു ടൂട്ടി ഫ്രൂട്ടിയൊക്കെ പരസ്പരം ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ റെഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് അതിൻ്റെ താഴെ വരുന്ന കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ള കളറിൽ വരുന്ന ആ ഒരു ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ള കളറിലുള്ള ഭാഗമൊക്കെ ഞാനിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കട്ടിയുള്ള ആ ഒരു ഭാഗം മാത്രം മതി നമുക്ക് ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു പുറമേയുള്ള ഈ ഒരു പച്ചത്തൊലി കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ കത്തി വെച്ചിട്ടിത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ തൊലി കളയുന്ന പീലറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഞാനിതിവിടെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു തണ്ണിമത്തൻ്റെ ഉള്ളിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നല്ല കട്ടിയായിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ഇതിലോട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് നൈസായിട്ട് അല്ലെങ്കിൽ ചെറിയ പൊടിയായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ഉണക്കിയെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അതേപോലെ ഒരുപാട് വലുതായിട്ട് എടുത്താലും അതിൻ്റെ ഉൾഭാഗമൊന്നും നമുക്ക് നന്നായിട്ട് വെന്തൊന്നും കിട്ടില്ല. അതുകൊണ്ടൊരു പാകത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിവിടെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് സാധാരണ നോർമൽ വാട്ടറിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു പാനിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അളന്നെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ തോട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ഇത് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ തോടൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതേപോലെ ഒരു 15 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കട്ടായി കിട്ടുന്നുണ്ട്. അതേസമയം ഓവറായിട്ട് വെന്ത് പോയിട്ടുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പഞ്ചസാര ലായനി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ തോട് വേവിച്ചെടുക്കുന്നതിന് മുമ്പേ അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് 2 കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതേപോലെ ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ചെറിയ പീസ് ലെമണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഈ ഒരു ലെമണിൻ്റെ പീസ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കാം. തണ്ണിമത്തൻ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്
നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വെക്കേണ്ടത്. ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പാടില്ല. ഞാനിവിടെ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തന് പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്തൊടിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പുറത്തോട്ടെടുക്കാം. ഞാനിവിടെ ഒരു 3 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പഞ്ചസാര ലായനിയോട് കൂടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബൗളിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടുത്ത ബൗളിലേക്ക് ഗ്രീൻ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ ബൗളിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു 3 മണിക്കൂർ മിനിമം നമ്മൾ വെക്കണം. അപ്പോഴേക്ക് ഈ ഒരു ഫുഡ് കളറൊക്കെ ഇതിലോട്ട് നന്നായിട്ട് പിടിക്കും. അതല്ല രാത്രിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാവിലെ വരേക്കും ഇതേപോലെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ രാത്രിയിലായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ വരേക്കും ഇതേപോലെ വെച്ചു. അതിന് ശേഷം നമുക്കിതിലുള്ള ഈ ഒരു പഞ്ചസാര ലായനിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണക്കാനായിട്ട് വെക്കാം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഈ ഒരു പഞ്ചസാര ലായനിയൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റെയിനറിലാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെയിനർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഫുഡ് കളർ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് അരിച്ചെടുത്തതിന് ശേഷം അത് കഴുകിയിട്ട് വേണം വീണ്ടും ഉപയോഗിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ ഒരു കളറ് പരസ്പരം സ്പ്രെഡാവും. അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള കളറ് നമുക്ക് കിട്ടില്ല. 10 മിനിറ്റ് ഇതേപോലെ തന്നെ നമുക്കൊന്ന് വെക്കാം. അപ്പോഴേക്ക് ഇതിലുള്ള ആ ഒരു പഞ്ചസാര ലായനിയൊക്കെ ഒന്ന് പുറത്തോട്ട് പോയി കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിത് ഉണക്കിയെടുക്കുന്ന സമയത്ത് ഇതങ്ങ് പറ്റി പിടിച്ച് പോകും. അപ്പോൾ നന്നായിട്ട് ഇതിലുള്ള ആ ഒരു പഞ്ചസാര ലായനി ഒഴിവാക്കിയെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബട്ടർ പേപ്പറിലേക്ക് ഓരോ കളറും മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ചെയ്യാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് അധികമായിട്ടൊന്നും പറ്റി പിടിക്കില്ല. ഒരു പഞ്ചസാര ലായനി ഉള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ആ ഒരു പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും അത് നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ നമുക്ക് സ്പ്ലിറ്റാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെച്ചപ്പോഴേക്കിനെ എനിക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ദിവസത്തോളമൊക്കെ വെക്കേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് ഉണങ്ങിയതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണങ്ങി വന്നപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം തന്നെ എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ടൂട്ടി ഫ്രൂട്ടി കൂടെ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.